നമസ്കാരം. ഇന്ന് ജനുവരി 10 വെള്ളിയാഴ്ച. ഇന്ന് ഞാൻ പരാമർശിക്കുന്ന ആൺകുട്ടിയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് വിജയകുമാർ, 33 വയസ്സ്. വിജയകുമാറിൻ്റെ നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അര തൊട്ട് ഒരു ദോഷം വരെ ജാതകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ ബിടെക്, PMP, MEP, PPM ഇങ്ങനെ ഉള്ള ക്വാളിഫിക്കേഷൻസൊക്കെ ഉള്ള ഷൊർണൂർ കുളപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് കവളപ്പാറയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. സൗദിയിലെ ഒരു നല്ലൊരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. വളരെ സീനിയർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഏകദേശം 72 ലക്ഷം രൂപ സാലറി ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് വന്നിട്ട് 5 അടി 6 ഇഞ്ചാണ്. അച്ഛൻ രാമചന്ദ്രൻ ടി അവർ മരണപ്പെട്ടിരിക്കുന്നു. അവരിപ്പോൾ അച്ഛനില്ല. അമ്മ ഇന്ദിര, പിന്നെ എൽഡർ സിസ്റ്ററാണ്. അവർ സൗദി തന്നെ സെറ്റിൽഡാണ്. മാരേജൊക്കെ കഴിഞ്ഞ് സൗദിയിൽ സെറ്റിൽഡാണ്. അപ്പോൾ നല്ലൊരു ഫാമിലി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓഫീസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഏജിന് സ്യൂട്ടാവുന്ന പെൺകുട്ടികളുടെ പേരൻസ് തീർച്ചയായിട്ടും നമ്മുടെ വള്ളുവനാട് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ഡീറ്റെയിലുകൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കാം. വിജയകുമാർ, 33 വയസ്സ്, അത്തം നക്ഷത്രം, ദോഷം അര തൊട്ട് ഒരു ദോഷം വരെ ഉണ്ട്. ബിടെക് ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ബിടെക്, PMP, MEP, PPM ഈ ക്വാളിഫിക്കേഷൻസ് എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്. സൗദിയിലെ ഒരു റെപ്യൂട്ടഡ് കൺസ്ട്രക്ഷൻസ് കമ്പനിയിൽ സീനിയർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. സ്വദേശം വന്നിട്ട് ഷൊർണൂരിന് അടുത്തുള്ള കുളപ്പുള്ളിയിൽ കവളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നു. രാമചന്ദ്രൻ ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവർ മരണപ്പെട്ടു. അമ്മ ഇന്ദിര, ഒരു ചേച്ചിയാണുള്ളത്, എൽഡർ സിസ്റ്റർ. അവർ സൗദിയിൽ തന്നെ സെറ്റിൽഡാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഏജിന് 33 വയസ്സിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യൂ. വള്ളുവനാട് മാട്രിമോണിയലിനെ കോൺടാക്റ്റ് ചെയ്യൂ. ഞാൻ വേണ്ട വിവരങ്ങളെല്ലാം തരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇഷ്ടപ്പെട്ടുക പ്രൊഫൈലുകൾ, ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഇഷ്ടപ്പെട്ട പ്രൊഫൈലുകൾ അല്ലെങ്കിൽ 2 വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജാതകം നോക്കണ്ട എന്നല്ല പറയണം, തീർച്ചയായിട്ടും നോക്കണം. പക്ഷേ നിങ്ങളായിട്ട് ഒരു മുൻവിധി നടത്തരുത്. ഇപ്പോൾ പലരും പഠിച്ചു വെച്ചിട്ടുണ്ട്, ജാതകം ഇത്ര ദോഷമുണ്ട്, ശുദ്ധജാതകമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പാരൻസും പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് പലപ്പോഴും അതൊരു അപകടത്തിലേക്കാണ് പോകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ജ്യോതിഷനെ കൊണ്ട്, അതായത് ഞാൻ പറഞ്ഞ എല്ലാ പ്രൊഫൈലും കൊണ്ടേ നോക്കിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന പ്രൊഫൈലുകൾ അവർക്കും നിങ്ങൾക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന പ്രൊഫൈലുകൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത് പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ജ്യോത്സ്യനെ കൊണ്ട് നോക്കിക്കണം. ഒരു ജ്യോത്സ്യൻ മാത്രം പോരാ. ആദ്യത്തെ ഒരാൾ നോ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ ആളുടെ അടുത്ത് പോകണം. 2 പേർക്കും ഓക്കെ ആണെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി. 2 ഫാമിലിക്കും ഓക്കെ ആണെങ്കിൽ 3, 4, 5 ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുന്നതിൽ ഒരു വിരോധവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊക്കെ കുറേ മാറ്റങ്ങളുണ്ട്.
നല്ല രീതിയിൽ നല്ല ഡയറക്ഷനിൽ പോകുന്നുണ്ട്. വിവാഹങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ദിവസേന ഞാൻ 2-3 ആളുകളെങ്കിലും പിടിച്ച് പുറത്താക്കുന്നുണ്ട്. കാരണം പൈസ അടക്കാനായിട്ടല്ല, അവരെല്ലാം കല്യാണം ശരിയായി എന്നുള്ള മെസ്സേജ് എനിക്ക് തരുന്നുണ്ട്. ചിലർ തരും, ചിലർ തരുന്നില്ല, വിളിച്ചു പറയും ഞങ്ങളെ ഒഴിവാക്കിക്കോളൂ, കല്യാണം ശരിയായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ ചില ആളുകൾ എന്നോടൊന്നും പറയാറില്ല. കുറേ കഴിയുമ്പോൾ റിന്യൂ ചെയ്യാതെ ഇരിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ കല്യാണം ശരിയായി എന്നുള്ളത്. അവരുടെ എന്താ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിൽ പൈസ വല്ലതും ഞാൻ ആവശ്യപ്പെടുമോ എന്നുള്ളൊരു ചിന്താഗതി വെച്ചിട്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയാം, നമ്മളുടെ ഇവിടെ നായർ മേനോൻ കമ്മ്യൂണിറ്റിക്കുള്ള രജിസ്ട്രേഷൻ കം സബ്സ്ക്രിപ്ഷൻ വാട്സാപ്പ് ഗ്രൂപ്പാണെങ്കിൽ 600 രൂപയും മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ 1000 രൂപയുമാണ് ഇപ്പോഴത്തെ നിലവിലെ ചാർജ്. അത് 3 മാസത്തെ കാലാവധി അല്ലെങ്കിൽ വാലിഡിറ്റി 3 മാസത്തെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മാട്രിമോണിയലിനെ കുറിച്ച് പറയാനുള്ളത്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടെ ഞാൻ വെക്കുകയാണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുട്ടിക്ക് പ്രയോജനപ്പെടുന്ന ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കൂ. അത് എപ്പോഴും നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഉപകാരമായിരിക്കും. അത് ഞാൻ പറഞ്ഞ എൻ്റെ മാത്രമല്ല, നിങ്ങൾക്കും കൂടെ ഒരു ഉപകാരമായിരിക്കും അത്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവർ ഷെയർ ചെയ്യും. അങ്ങനെ ഇതൊരു പരസ്പര സഹകരണത്തോടു കൂടി മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ മകൻ്റെ കാര്യം അല്ലെങ്കിൽ എൻ്റെ മകളുടെ കാര്യം മാത്രം നടക്കട്ടെ, മറ്റുള്ളവരിൽ നിന്നിപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല, അങ്ങനെ വേണ്ട. മറ്റുള്ളവർ ശ്രദ്ധിക്കുക, ഇടയ്ക്കൊക്കെ പറ്റാവുന്ന സമയത്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഞാൻ പറയുന്നത് എൻ്റെ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് ചേർക്കണമെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാര്യങ്ങൾ എവിടെയായാലും അവർക്ക് കിട്ടാവുന്ന നല്ല പ്രൊഫൈലുകളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള പറ്റുന്ന ഹെൽപ്പുകൾ ചെയ്യുക. നമുക്കെല്ലാവർക്കും ഫൈനാൻഷ്യലി ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് ഈ വക കാര്യങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവിധ ആശംസകളും. എത്രയും പെട്ടെന്ന് മക്കളുടെ വിവാഹം നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം. ജയശങ്കർ വള്ളുവനാട്.